കൈകളിൽ ചുരികയും ശരവില്ലുമേന്തി കാട്ടുനാഥന്റെ കടുപ്പമേറിയ ചുവടുകളുമായി അങ്കത്തട്ടിലിറങ്ങുന്ന കിരാതസൂര്യൻ. പരമശിവനും പാർവതിയും കാട്ടാള വേഷധാരിയായപ്പോൾ പിറവിയെടുത്ത വേട്ടക്കൊരുമകൻ. കണ്ണൂർ ജില്ലയിലെ ഗ്രാമാന്തരങ്ങളിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന നൂറുകണക്കിന് വേട്ടക്കൊരുമകൻ ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ തെയ്യാട്ടക്കാവുകൾ ധാരാളമുണ്ടെങ്കിലും നിത്യപൂജയും ശാന്തിക്കാരനുമുള്ള വേട്ടക്കുരുമകൻ ക്ഷേത്രങ്ങൾ താരതമ്യേന കുറവാണ്. അത്തരത്തിൽ ഒരു ക്ഷേത്രമാണ് നാടും നാട്ടാരും ചാനൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. പെരിങ്ങോം ശ്രീ വേട്ടക്കൊരുമകൻ കോട്ടം. കണ്ണൂർ ജില്ലയുടെ വടക്കേ അറ്റത്ത് വിശ്വാസത്തിന്റെയും ആചാരപ്പെരുമയുടെയും മണ്ണായ പെരിങ്ങോത്ത് കിരാതമൂർത്തിയായി വാണരുളുന്ന വേട്ടക്കൊരുമകൻ. വടക്കൻ മലബാറിലെ മിക്ക വേട്ടക്കൊരുമകൻ സ്ഥാനങ്ങളും കളിയാട്ടക്കാലത്ത് മാത്രം ഉണരുമ്പോൾ നിത്യേനയുള്ള ആരാധനകളാലും പൂജാവിധികളാലും ചൈതന്യം തുളുമ്പുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പെരിങ്ങോം ശ്രീ വേട്ടക്കൊരുമകൻ കോട്ടം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന വേട്ടക്കരുവൻ, ഊർപ്പഴച്ചി, ഗണപതി, മഹാവിഷ്ണു. വേട്ടക്കൊരുമകനും ഊർപ്പഴശ്ശിയുമാണ് ഇവിടത്തെ പ്രധാന ആരാധനാമൂർത്തികൾ. കോട്ടത്തിനകത്ത് മഹാവിഷ്ണുവിനെയും ഗണപതിയെയും ആരാധിക്കുന്നു. എല്ലാ വർഷവും ഫെബ്രുവരി 26-ന് പ്രതിഷ്ഠാദിനം ആഘോഷിക്കാറുണ്ട്. മേടമാസത്തിലാണ് തെയ്യം കെട്ടിയാടാറുള്ളത്. വേട്ടക്കൊരുമകൻ, ഊർപ്പഴശ്ശി, നരമ്പൽ ഭഗവതി, വെള്ളാർകുളങ്ങര ഭഗവതി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ ഇവിടെ കെട്ടിയാടപ്പെടാറുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ ചെറിയൊരു നരമ്പിൽ ഭഗവതിന്റെ ഉത്സവ മാത്രമാണ് ഉണ്ടായതാണെന്ന് പഴമക്കാർ പറയുന്നത്. ഏകദേശം ഒരു 300 ഏക്കറോളം സ്ഥലമുള്ള ഒരു അമ്പലമായിരുന്നു. ഇപ്പോൾ എല്ലാം അന്യാധീനപ്പെട്ടു പോയി. ഇപ്പോൾ ഏകദേശം ഒരു 64 സെന്റ് സ്ഥലം മാത്രമേ ഈ അമ്പലത്തിലുള്ളൂ. നാട്ടുകാരും അതിനുശേഷമാണ് ദേവസ്വം ബോർഡ്, അദ്ദേഹം മുറിഞ്ഞു പോയതിനു ശേഷമാണ് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും ദേവസ്വം ബോർഡിന്റെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 4 ജീവനക്കാരുണ്ട്. പണ്ട് ചിറക്കൽ രാജവംശത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു പെരിങ്ങോം ഉൾപ്പെടുന്ന പ്രദേശം. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഒളിവിൽ പാർക്കാനായി ചിറക്കൽ തമ്പുരാൻ പെരിങ്ങോത്തെത്തിയെന്നും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്കും പൂജകൾക്കും വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് പെരിങ്ങോം ശ്രീ വേട്ടക്കൊരുമകൻ കോട്ടം വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന് ഏകദേശം 300ഓളം വർഷത്തെ പഴക്കം. മുൻപ് നരമ്പിൽ ഭഗവതിയെ ആരാധിച്ചിരുന്ന ഇടമായിരുന്നു ഇത്. പിന്നീട് വേട്ടക്കൊരുമകൻ കോട്ടമായി മാറുകയാണുണ്ടായത്. ഏകദേശം 300 ഏക്കറോളം സ്ഥലമുണ്ടായിരുന്ന വലിയ ക്ഷേത്രമായിരുന്നു. എന്നാൽ ഇന്ന് മിക്കതും അന്യാധീനപ്പെട്ടുപോയി. പിന്നീട് ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. വേട്ടക്കൊരുമകനും ഊർപ്പഴശ്ശിയുമാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തികൾ. കോട്ടത്തിനകത്ത് മഹാവിഷ്ണുവിനെയും ഗണപതിയെയും ആരാധിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഫെബ്രുവരി 26-ന് പ്രതിഷ്ഠാദിനം ആഘോഷിക്കാറുണ്ട്. മേടമാസത്തിലാണ് തെയ്യം കെട്ടിയാടാറുള്ളത്. വേട്ടക്കൊരുമകൻ, ഊർപ്പഴശ്ശി, നരമ്പിൽ ഭഗവതി, വെള്ളാർകുളങ്ങര ഭഗവതി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ ഇവിടെ കെട്ടിയാടാറുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും വേട്ടക്കൊരുമകനും ഊർപ്പഴശ്ശിയും ഒന്നിച്ചാണ് പുറപ്പെടുക. എന്നാൽ ഇവിടെ ഊർപ്പഴശ്ശി പുറപ്പെട്ട ശേഷം മാത്രമേ വേട്ടക്കൊരുമകൻ തെയ്യം പുറപ്പെടാറുള്ളൂ. തെയ്യത്തിന്റെ നടനത്തിലും വ്യത്യസ്തതയുണ്ട്. പോലുള്ള നടനമല്ല തെയ്യങ്ങളുടെ നടനം. ഇവിടെ പ്രത്യേക നടനമാണ്. അത് ഇവിടെ കെട്ടി ശീലമുള്ള ഈ ആചാരപ്പെട്ട മേണിക്കത്തിനോ പെരുവണ്ണാനും മാത്രമേ ഇവിടുത്തെ കോലങ്ങൾ കെട്ടാൻ ആവൂല. പുറത്തുള്ള ഒരാൾക്ക് വന്നിട്ട് ആ കോലം കെട്ടാൻ ആവില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത.
ഞാനിവിടുത്തെ ജീവനക്കാരിയാണ്. എന്നു വെച്ചാൽ ഇവിടെ വേണ്ടുന്ന കാര്യങ്ങളിൽ ഞാൻ എൻ്റെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഞാൻ ചെയ്യലുണ്ട്. പിന്നെ ഞാനിവിടെ മാറ്റി എനിക്ക് ചെയ്ത് കൊടുക്കലുണ്ട്. ക്ലർക്കിൻ്റെ എങ്കിൽ അതും ചെയ്യലുണ്ട്. അടിച്ചു കളി അതും വേണ്ടുമ്പോൾ ചെയ്യലുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും സജീവമായിട്ടുണ്ട്. ശിവരാത്രി ദിവസങ്ങളിൽ നല്ല ഇതായിട്ടുണ്ടാവലുണ്ട്. ബാക്കി വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഉണ്ടാവലുണ്ട്. വിഷു, ഓണം അങ്ങനെ ഒക്കെ ഉണ്ടാവലുണ്ട്. പിന്നെ എല്ലാ ദിവസങ്ങളിലും ആൾക്കാരെല്ലാം ഉണ്ടാവും. 2012 നർത്തകരത്നം അവാർഡ് ജേതാവ് കൂടിയായ ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിയാണ് പെരിങ്ങോം വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിലെ തന്ത്രി. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലും പൂനെയിലും മദ്രാസിലും കുടകിലുമെല്ലാം അദ്ദേഹം തിടമ്പ് നൃത്തം അവതരിപ്പിക്കാറുണ്ട്. അദ്ദേഹം വന്നതിനു ശേഷം ക്ഷേത്രത്തിന് നല്ല പുരോഗതി ഉണ്ടായതായി ഭക്തർ അഭിപ്രായപ്പെടുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1986 അരങ്ങേറ്റം വെച്ചിട്ടുണ്ട്. പിന്നെ പല ഈ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ല മിക്ക അമ്പലങ്ങളിലും തിടമ്പ് നൃത്തത്തിന് പോലുണ്ട്. പിന്നെ അതുകൂടാതെ കൊടക്, പൂന, മദ്രാസ് എല്ലാം തിടമ്പ് നൃത്തത്തിന് പോലുണ്ട്. ഒരു നർത്തകരത്നം അവാർഡും കിട്ടിയിട്ടുണ്ട് 2012. ഇപ്പോഴും മോൻ ഇക്കൊല്ലം അരങ്ങേറ്റം കഴിഞ്ഞ് പല അമ്പലത്തിലും തിടമ്പ് നൃത്തം ചെയ്തിട്ടുണ്ട്, പോകാറുമുണ്ട്. ഡൽഹിയിൽ താമസിക്കുന്ന ശ്രീ രാജൻ പിള്ളയോട് നമ്മുടെ മേൽശാന്തി ഒരു അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം ഏകദേശം ഒരു 8 ലക്ഷം രൂപയോളം ചെലവിലാണ് ഈ കരിങ്കൽ പാകിയത്. ഏകദേശം ശ്രീകോവിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് പിന്നെ മുഴുവൻ സ്ഥലത്തും കരിങ്കൽ പാകിയിട്ട് 2017 സ്വർണ്ണപ്രശ്ന വിധി പ്രകാരം ഇവിടെ മഹാവിഷ്ണു പ്രതിഷ്ഠിക്കുകയും അതിനുശേഷം എല്ലാ മാസം തോറും തിരുവോണം പൂജ നടക്കുകയും വഴിപാടായി പാൽപ്പായസം ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ശ്രീകോവിലിനുള്ളിൽ ചുമർ ചിത്രങ്ങളാലും മഹാമണ്ഡപത്തിലും കട്ടിലപ്പടിയിലും കൊത്തുപണികളാലും അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ദേവനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ വളരെ സങ്കടത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദേവൻ കേൾക്കുകയും അത് നമുക്ക് 100% ഫലവത്തായിട്ട് സിദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു അത്ഭുതം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഭവമുള്ള ഒരു കഥയാണ്. അതുപോലെ മറ്റുള്ള ഭക്തജനങ്ങളും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ്. പ്രതിഷ്ഠാ ദിവസമുണ്ട്, കൊമ്പത്തിലെ മകീര. പിന്നെ മേട 8-ാം തീയതി മുതൽ 13-ാം തീയതി വരെ കളിയാട്ടം. പിന്നെ നവരാത്രി, ശിവരാത്രി, പിന്നെ ഓണം, വിഷു ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഞാറാപുത്തരി ഒക്കെ ഇവിടെ നടത്തി വരാറുണ്ട്. പ്രധാനപ്പെട്ട വഴിപാട് പറഞ്ഞാൽ പറ്റാതന്നിയിലാണ്. ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് പറ്റാതന്നിയിലാണ്.
പിന്നെ പായസം, വഴിപാട്, മുത്തഞ്ചി ഹോമം, കറുഹോമം, ഗണപതി ഹോമം, ഇതൊക്കെ ജലധാര ഇതൊക്കെ ഇവിടെ നടത്താറുണ്ട്. ഒരു 26 കൊല്ലത്തോളായി ഇവിടെ വന്നിട്ട്. 2019 ബ്രഹ്മശ്രീ മരങ്ങാട്ട് മുരളീകൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ ആദ്യമായി ഭാഗവത സപ്താഹയജ്ഞം നടന്നത്. പിന്നീട് 2022 2024 ഭാഗവത സപ്താഹം നടന്നു.